വെൽക്കം ടു ജിലേബി ക്യൂസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പടവലങ്ങയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ചോറിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് ഈ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് നേരെ കുക്കറിലോട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലാണ് ഇപ്പം ഈ പരിപ്പും പടവലങ്ങയും കൂടെ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ അതിനകത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുകയാണേ. ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് കുതിരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പടവലങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനെ 4 കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതിൻ്റെ തൊലി നല്ലതുപോലെ ചിരണ്ടി കളയാം. പിച്ചാത്തി ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി, അത് അങ്ങനെ ഇളകി പൊയ്ക്കോളും. നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസും ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ. അതിനുശേഷം അതിനെ നന്നായി കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ട് അരിയണം. അതിനായിട്ട് ഞാനിതിനെ ഇപ്പം നീളത്തിലൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതായിപ്പോൾ എല്ലാം കഷ്ണം പിടിച്ച് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതും കൂടെ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ മീഡിയം ഫ്ലെയിമിലും നമുക്കിതിനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പരിപ്പും പടവലങ്ങയും വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ജീരകം. ഇത്രയൊന്ന് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരിപ്പും പടവലങ്ങയും കൂടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലേ? ഇനിയിപ്പോൾ നമുക്കിത് കറിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിൽ ഞാൻ കടുക് ചേർത്ത് കൊടുത്തിരുന്നു. അതിപ്പോൾ അവിടെ പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് ചൂടായി ഒന്ന് പൊങ്ങി വരണം. അതിലേക്ക് 1/2 കപ്പ് സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് മിക്സിയുടെ ജാറിലെ അരപ്പ് ഉള്ളത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അരപ്പ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ഇവിടെ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടവലങ്ങയും പരിപ്പും വേവിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. പരിപ്പും അരപ്പും ഒക്കെ നന്നായി ചേർന്ന് വരണം. അതിനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും.
ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കറിയൊക്കെ നമ്മുടെ ആ ഒരു ഒഴിക്കാൻ പാകത്തിനുള്ള പരുവത്തിൽ കുറുകിയാണ് ഇരിക്കുന്നത്. കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ലാസ്റ്റിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റ് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആ കറിവേപ്പില ആവിയിലൊന്ന് വെന്തോട്ടെ. അപ്പോഴാണ് ആ ഒരു മണമൊക്കെ പുറത്തേക്ക് വരിക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പം പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നെയ്യ് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നെയ്യ് ഇപ്പം നല്ലപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇപ്പം മൂടി അടച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. പടവലങ്ങായും പരിപ്പും ഇട്ട ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ കുത്തരിയുടെ കൂടെയൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.